ഹലോ മച്ചന്മാരെ, വെൽക്കം ടു ലാസ്റ്റ് ബെഞ്ച് മച്ചാൻസ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുശാൽ നഗർ ഇതുവരെ ആരും എക്സ്പ്ലോർ ആക്കാത്തൊരു സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ആൾക്കാർ മാത്രം കണ്ടിട്ടുള്ള സ്ഥലം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടുള്ളത്. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. ഇവിടെയാണ് ടൂറിസ്റ്റുകൾ വരുന്നത്. ഇപ്പോൾ ഇതാണ് മെയിൻ സ്പോട്ട് ടൂറിസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ജാസ്തി വരാത്തൊരു സ്ഥലമാണ് അപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നോക്കാം എന്തായാലും. സോ ഇതാണ് മെയിൻ ഗോൾഡൻ ടെമ്പിൾ ഇവിടെ കാണുന്നതൊക്കെ. സോ മച്ചന്മാരെ, ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ സ്ഥലം. അതായത് ഇവിടെ ജാസ്തി ടൂറിസ്റ്റുകൾ അങ്ങനെ വരുത്തുന്നില്ല. ആർക്കും അങ്ങനെ എൻട്രി റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും. നമുക്കും അറിയില്ല, നമ്മളിപ്പോൾ എത്തിയതേ ഉള്ളൂ. നല്ല ടൂറിസ്റ്റുകൾ അങ്ങനത്തെ ഒന്നുമില്ല. ഇവർക്ക് വേസ്റ്റ് ഇടാനുള്ള ഡസ്റ്റ്ബിൻ, അതായത് വേസ്റ്റേജ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. കാരണം എല്ലാം ഇടാനുള്ള ഭയങ്കര എന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് ആണ് ഇവിടെ എല്ലാം. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. കണ്ടെങ്കിലും ബുദ്ധിജീവി കേട്ടാ. ടിബറ്റിൻ്റെ ഫുൾ ഹിസ്റ്ററി എന്താ പറയുക, നിനക്ക് സത്യം പറയണ്ട. ടിബറ്റിൻസ് നീയായിട്ടുള്ള ബന്ധം പറ. റോ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു വീട്, അതിൻ്റെ ഭിത്തി ചേർത്തന്നെ അടുത്ത വീട്, ലൈക്ക് കോമ്പൗണ്ട് വാൾ ഇല്ലാണ്ട് സെപ്പറേറ്റ് ചെയ്യാണ്ട് അങ്ങനെ ഫ്ലാറ്റ് പോലെയല്ല. പക്ഷേ ഒരു ഫ്ലോറിൽ നിരത്തി, ചിലപ്പോൾ ഡ്യൂപ്ലെക്സസ് ആയിരിക്കും, ചിലപ്പോൾ സിംഗിൾ ഫ്ലോർ ആയിരിക്കും. ഒരു 5-8 എണ്ണം ഉണ്ടാവും, ഇല്ലെങ്കിൽ സെൻട്രൽ കോറിഡോർ വെച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ലിവിങ് നൈസാണ്. പക്ഷേ എല്ലാവർക്കും ഇൻഡിവിജ്വൽ സ്പേസും കിട്ടും. എല്ലാ ചെക്കന്മാരും വരുന്നുണ്ട്. എൻ്റെ അവിടെ ഇനി എക്സ്പ്ലോർ ആക്കാൻ ഇത്രയുള്ള തീർന്നു. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത സ്ഥലത്ത് ഇവിടെ ശരിക്കും വേറൊരു ഫീൽ. അത് ശരിയാ. എന്താ ഫുള്ള് വരെ ഉള്ളു. हाय हाय हाय, कहाँ से आप लोग? इधर से അത് എന്നെ കണ്ടോണ്ട് എന്നെ കണ്ട് ലോക്കൽ ലുക്കില്ല, ഒരു ഇന്റർനാഷണൽ മച്ചന്മാരെ, നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ടിബറ്റ് കിച്ചണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ മച്ചന്മാരെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇനി പക്കത്തെ ടേബിളിൽ പോയി ഇതിനൊന്നും വേണ്ട. ഒരു മോമോസ് ഒന്നും കാണിച്ചില്ല. പിന്നെ നമുക്കൊരു ചിക്കൻ മസാല മോമോസ് പറയാം. പിന്നെ ഒരു ടിബറ്റൻ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചിക്കൻ മോമോസ് പറയാം, ഇവിടെ ബീഫ്, ഒരു തെൻതുക്ക് പറയാം, ഡ്രൈ തെൻതുക്ക് ഒരെണ്ണം പറയാം. പിന്നെ അത് രണ്ടും കഴിക്കുമ്പോഴത്തേക്കും സത്ത ഉണ്ടാവും. നമുക്ക് മോമോസ് നമുക്കൊരു ഡ്രൈ ഫിഷ് ഓർഡർ ചെയ്യാം. ഓ മച്ചന്മാർ, ഇതൊരു നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് അല്ലേ? നീ വന്നിട്ടുണ്ടല്ലോ ഇവിടെ? ഇപ്പം എന്തായാലും വരുന്നവരെ ഇവിടെ എന്തായാലും ഡെഫിനറ്റ്ലി വന്നിട്ടൊന്ന് ട്രൈ ആക്കും. ഒരു സൂപ്പർ നല്ല വൈബാണ്. ഇല്ല, ആരും തിന്നു. ഇതാണ് നമ്പർ ചിക്കൻ. ഇതാണ് ഇത് മാഗിയാണ്. മാഗി എന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്ലാറ്റ് നൂഡിൽസ്. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസ് അല്ല, ഉണ്ടാക്കുന്ന. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മൾ ഓർഡർ ആക്കിയ സാധനങ്ങൾ. ഓരോന്നോരോന്ന് പറ. ഇത് ചിക്കൻ തെന്തു ഡ്രൈ, ഇത് അത് മോമോസ് ഹോട്ട് ചില്ലി ഗാർലിക്, ഇത് ചിക്കൻ ഫിങ് അതെനിക്ക് വേറെ അറിയില്ല കേട്ടോ. നമ്മളതിൻ്റെ അകത്ത് ടേസ്റ്റ് നോക്കാം ഫസ്റ്റ്. അതിൽ തെൻതുക്കിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇത് മറ്റേ ഇതാണ് മാഗി ഉണ്ട്. നല്ലുണ്ടെന്ന് എനിക്കറിയാലോ. നല്ല സാധനം. ചിക്കൻ ശരിക്കും ഇതിൻ്റെ എല്ലാം ബെസ്റ്റ്. ബാംഗ്ലൂർ ഇതെന്തായാലും നല്ലുണ്ട്. ഇതും നല്ല ഇതെന്താണത്? അതാണ് സ്റ്റിർ ഫ്രൈ.
ഇതല്ല ഉള്ളിൽ നല്ല സ്റ്റഫിങ്. സൂപ്പർ. കണ്ടോ നല്ല ഫില്ലിങ് അത് ഉണ്ടോ, നല്ല തിക്ക് ഫില്ലിങ്, നല്ല സോസ്. ഫ്രൈ ആക്കാൻ പോകുന്ന സാധനം ഗ്ലേസ്. ഹണി ഗ്ലേസ്. മധുരം. ഞങ്ങളുടെ ഹണി ഗ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട് ഗൈസ്, ജസ്റ്റിൻ ബീബർ അല്ല, ജസ്റ്റിൻ. അപ്പോൾ നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇതാണ് ബില്ല്. നമ്മളെന്തെല്ലാം കഴിച്ച. നല്ല ഫുഡാണ്. എനിക്ക് ഇത് എന്താ ഹണി ചിക്കനോ മോമോ. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് മോമോസാണ്. ഏത്? അതിന്റെ പേരെന്താ? എന്ത് പറയുന്നു? ചിക്കനിൽ കാട്ടുതേന് മുക്കി നല്ല കോഴി ഇറച്ചി കിട്ടി. എന്തായാലും ഫുഡ് മോശമില്ലായിരുന്നു. ഇവിടെ വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി അവരുടെ ഒരു ഫുഡ് ട്രൈ ആക്കാം. നല്ല കുഴപ്പമില്ലാത്തൊരു ഫുഡാണ്. നമ്മൾ എല്ലാം ട്രൈ ആക്കിയിട്ടില്ല, കുറച്ച് മെയിനായിട്ടുള്ള മാത്രം ട്രൈ ആക്കി. വലിയ കത്തിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ.